പറഞ്ഞത് വിശ്വസിക്കാനാകാതെ മാഷ് ഞെട്ടിത്തിരിഞ്ഞ് എന്നെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ് മാഷേ. അരവിന്ദൻ എൻ്റെ അച്ഛനല്ല. മാഷ് എൻ്റെ അടുത്തേക്ക് ഉറ്റുനോക്കി. അരവിന്ദൻ നിന്റെ അച്ഛനല്ലെങ്കിൽ പിന്നെ അയാൾ ആരാ? നിന്റെ സ്വന്തം അച്ഛനെവിടെ? ഹരി, അതാണ് എൻ്റെ അച്ഛൻ്റെ പേര്. 3 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരായ ഹരിയുടെയും ഇന്ദിരയുടെയും മകളാണ് ശ്രീദേവി എന്ന ഞാൻ. പാവായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛനെ പറ്റിയുള്ള വലിയ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. വെറും 2 വർഷമേ എനിക്ക് അച്ഛൻ്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നുള്ളൂ. ആക്സിഡൻ്റ് ആയിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാറ് ലോറിയായി കൂട്ടിയിടിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീണു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയ പോലെ. എൻ്റെ അമ്മയ്ക്ക് പറ്റിയ ഒരബദ്ധമായിരുന്നു അരവിന്ദൻ. 2 വയസ്സുള്ള എന്നെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇന്ന് അമ്മയെ പറഞ്ഞു മയക്കിയെടുക്കാൻ അയാൾക്ക് സാധിച്ചു. പക്ഷേ അയാളുടെ ഉദ്ദേശം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കളായിരുന്നു എന്നറിയാൻ എൻ്റെ അമ്മ വൈകിപ്പോയി. ആ സ്വത്തുക്കളെല്ലാം അയാൾക്കും എൻ്റെ അമ്മയ്ക്കും ജനിച്ച വർഷയുടെ പേരിലാക്കാം എന്ന അയാളുടെ പദ്ധതിയെല്ലാം തകർത്തത് എനിക്ക് 18 വയസ്സാകുമ്പോൾ ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശി ഞാനായിരിക്കുമെന്ന ഒറ്റ പ്രമാണമാണ്. അതുകൊണ്ട് മാത്രം അയാൾ ഇപ്പോഴും എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത്. എന്നെ അയാളുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ആ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കണം. അതുമാത്രമാണ് അയാളുടെ ഉദ്ദേശം. എല്ലാം പറഞ്ഞ് ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷിന് ഇപ്പോഴും ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല എന്ന് എനിക്ക് കണ്ണുകളിൽ നിന്ന് വ്യക്തമായി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മാഷിന് എന്നെ വിശ്വാസമായില്ലെങ്കിൽ വേണ്ട, മാഷിനെ മറന്നുള്ളൂ. എനിക്കതിന് കഴിയുമോ എന്നറിയില്ല. കാരണം ആരെയും ഭയക്കാതെയുള്ള കളങ്കമില്ലാത്ത സ്നേഹം ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അനുഭവിച്ചത് മാഷിൽ നിന്നാണ്. അതെന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കും. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളാലെ ഇടറിയ ശബ്ദത്തോടെ ഞാനത് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മാഷിൻ്റെ കയ്യിൽ പിടുത്തിട്ടത്. ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് മാഷിനെയും കയ്യിലേക്കും മാറി മാറി നോക്കി. മാഷ് ഒരു വാക്കുപോലും പറയാതെ എന്നെ വലിച്ച് ആ നെഞ്ചിലേക്കിട്ടു. ഒരു തേങ്ങലോടെ ഞാൻ ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. മാഷിൻ്റെ കൈകൾ എൻ്റെ ഇടുപ്പിനെ വരിഞ്ഞു മുറുകി. അതെനിക്ക് കൂടുതൽ സുരക്ഷയാകുന്ന പോലെ തോന്നി. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ കാരണം പാവം എൻ്റെ പെണ്ണ് ഒരുപാട് വിഷമിച്ചു. ഇല്ല, ഇനി ദേവിക്കുട്ടിയുടെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ അവളുടെ സീമന്തരേഖയിൽ എൻ്റെ ചുണ്ടുകളമർത്തി. അവളൊന്ന് കുറുകിക്കൊണ്ട് എന്നെ വീണ്ടും വരിഞ്ഞു മുറുകി. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചുടുകണ്ണീർ അവളുടെ നെറ്റിത്തടം പൊള്ളിച്ചതുകൊണ്ടാവും അവൾ തലയുയർത്തി എന്നെ നോക്കി. മാഷ് എന്തിനാ കരയണേ? ഈ ദുരന്തത്തെ ജീവിതകാലം മുഴുവൻ ഞാൻ സഹിക്കണല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാണ് പൊന്നെ. ഉള്ളൊന്ന് തണുപ്പിക്കാൻ ഞാൻ പറഞ്ഞതും അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചിനിട്ട് ഒരു കുത്തു തന്നു. പരലോകം കണ്ടു. ഞാൻ അവളുടെ മുഖം എൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു. അപ്പോഴാണ് അവളുടെ നെറ്റിയിലെ മുറിവ് ഞാൻ കണ്ടത്. ദേവു, ഇതെന്താ നിന്റെ നെറ്റിയിൽ? ഞാൻ ആവലാതിയോടെ ചോദിച്ചു. എൻ്റെ മാഷേട്ടനെ സ്നേഹിച്ചത് അച്ഛൻ്റെ സ്നേഹസമ്മാനം. ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞതും എൻ്റെ നെഞ്ച് പിടഞ്ഞു. ഒപ്പം അയാളുടെ മുഖം മനസ്സിൻ്റെ ഒരു കോണിൽ പതിഞ്ഞു തന്നെ കിടന്നു. ഇതിനുള്ളത് ഞാൻ തന്നിരിക്കും അരവിന്ദ. ദേവൂട്ടി, എൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അവളെ ഞാൻ പതിയെ വിളിച്ചു. ഒരുപാട് വേദനിച്ചോടാ. എത്ര വേദനയുണ്ടായാലും മാഷിൻ്റെ ഈ നെഞ്ചിലേക്കൊന്ന് ചേർന്നാൽ മതി, എല്ലാം മാറും. ഞാൻ ഒന്നും മിണ്ടാതെ അവളെ പൊതിഞ്ഞു പിടിച്ചു. മൗനം തമ്മിൽ പ്രണയവും പരിഭവവും പങ്കുവച്ചുകൊണ്ടിരുന്നു. നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ മനോഹരമായ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പ് തരാം, എൻ്റെ ജീവൻ തുടിക്കുന്ന ഓരോ നിമിഷവും നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഹൃദയങ്ങൾ തമ്മിൽ ഒന്നായ നിമിഷം. മാഷേ. അതെ, അതില്ലേ? കാര്യം പറയടി. ബുക്കാരോ? എന്തോന്ന്? ഞാൻ കണ്ണും വെച്ച് തല ചരിച്ച് അവളെ നോക്കി. പെണ്ണെന്നെ നോക്കി ഇളിക്കാം. ബുക്കാരോ? ചിന്നക്കുട്ടി. ചുണ്ട് പിളർത്തിക്കൊണ്ട് അവൾ പറയുന്നതിട്ട് എനിക്ക് ചിരി വന്നു. തമ്പുരാട്ടി, രാവിലെയൊന്നും തട്ടിയില്ലേ? ഇല്ല, എങ്ങനെയും മാഷിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ച് ഓടിപ്പാഞ്ഞു വന്നതാ. അപ്പോൾ ഓർത്തില്ലേ ഇപ്പോൾ പണി കിട്ടുമെന്ന്? അതെ, അപ്പോൾ വിശപ്പില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നറിയില്ല. അല്ല, മാഷിന് വിശക്കുന്നില്ലേ? സത്യത്തിൽ അവളേക്കാൾ മുമ്പ് എൻ്റെ കുടൽ വരെ നിലവിളിക്കാൻ തുടങ്ങിയതാ. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പ്രാന്തല്ലേ വെറുതെ പട്ടിണി കിടക്കാൻ. ഒന്ന് പോയടി. ഞാനത് പറഞ്ഞതും പെണ്ണെന്നെ തുറിച്ചു നോക്കി. പിന്നെ എൻ്റെ കൈയും പിടിച്ചു വലിച്ച് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ക്യാൻറ്റീനിൻ്റെ പുറകിലുള്ള ടേബിളിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ചെയറുകളിലായി ഞങ്ങളിരുന്നു. അവൾ തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഞാൻ ദേവിക്കുട്ടിയെ തന്നെ ഇമ്മച്ചിമ്മാതെ നോക്കിയിരുന്നു. അവളുടെ മുഖത്തെ ചീർത്ത പാടുകൾ കാണുമ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി.
കണ്ണുകൾ ചുവന്നു. എൻ്റെ പെണ്ണിനോടാ അവൻ്റെ വിളയാട്ടം. പന്ന കൂയ്, മാഷി ഇതെന്താലോചിച്ചിരിക്കുക? ദേവിക്കുട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത്. നോക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്നിലുള്ള ടേബിളിൽ നല്ല ആവി പറക്കുന്ന ചൂട് ദോശയും ചട്നിയും ഇരിക്കുന്നു. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഒരാൾക്കുള്ളതേ ഉള്ളൂ. ഡി, നീ 2 പറഞ്ഞില്ലേ? ഇനി അയാൾ വിട്ടുപോയതാണോ? ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. വിട്ടുപോയതൊന്നുമല്ല, ഞാൻ ഒന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കോ? മാഷി വീട്ടിൽ നിന്ന് വിട്ടുവിഴുങ്ങിയെന്നല്ല പറഞ്ഞേ. ഞാനല്ലേ ഒന്നും കഴിക്കാത്തത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ ഞാനങ്ങോട്ട്. പെണ്ണ് ഇളിച്ചുകൊണ്ട് അതും പറഞ്ഞ് കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി ദോശയുടെ പ്ലേറ്റിലേക്ക് ചട്നി ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. ഞാൻ അത് നോക്കി വായും പൊളിച്ചിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ശവം ഒന്ന് വേണോ എന്നെങ്കിലും ചോദിച്ചൂടെ? ഞാൻ പട്ടിണി കിടന്നത് മിച്ചം. അങ്ങോട്ട് ചോദിക്കണോ? അയ്യ, എൻ്റെ പട്ടി ചോദിക്കും. ഒറ്റക്ക് തട്ടിക്കോട്ടെ ജന്തു. ഞാൻ ദേഷ്യത്തിൽ ഫോണെടുത്ത് അതിൽ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കൈ എൻ്റെ നേരെ നീണ്ടുവന്നത്. ഞാൻ ഫോണിൽ നിന്ന് തലയുയർത്തി എനിക്ക് നേരെ നീട്ടിയ ദേവൂട്ടിയുടെ കയ്യിലേക്കും അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മാഷേട്ടനെ എനിക്കറിയാം. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. നല്ല വിശപ്പില്ലേ? കഴിക്കേ. ഞാൻ നിറഞ്ഞ മനസ്സോടെ വാ തുറന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ എന്നെ കഴിപ്പിച്ചു. ഇടയ്ക്ക് ഞാനും പ്ലേറ്റിൽ നിന്നൊരു കഷ്ണം ദോശ കീറിയെടുത്ത് ചട്നിയിൽ മുൾക്കി അവൾക്ക് നേരെ നീട്ടി. അവൾ വിടർന്ന കണ്ണുകളോടെ എന്നെ നോക്കി. ആ കണ്ണുകളിൽ നീർത്തിളക്കം ഞാൻ കണ്ടു. നീ എന്തിനാ പെണ്ണെ കരയുന്നത്? ഞാൻ തന്നത് ഇഷ്ടായില്ലേ? സന്തോഷം കൊണ്ടാ മാഷേ. എനിക്ക് എൻ്റെ അമ്മ പോലും അങ്ങനെ വാടി തന്നിട്ടില്ല. അതിനെന്താ ദേവിക്കുട്ടിയെ, ഇനി അങ്ങോട്ട് സ്നേഹിക്കാനും കുറുമ്പ് കാണിക്കാനും വാരിത്തരാനും നിൻ്റെ ഈ മാഷേട്ടനില്ലേ? അത് പോരെ? മതി. ദേവിക്കുട്ടി നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് വാ തുറന്നു. ഇനി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് ഞാൻ കണ്ടാൽ തൂക്കിയെടുത്ത് എറിയും. ഞാൻ പറഞ്ഞേക്കാം. പോ കലിപ്പം മാഷേട്ടാ. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് എനിക്ക് ചിരി വന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നെത്തിയുടെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ബുള്ളറ്റിൽ ചാരി എന്നെ പ്രതീക്ഷ നിൽക്കുന്ന മാഷിനെ കണ്ടത്. ഞാനൊരു പുഞ്ചിരിയുടെ ഓടി മാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടന്ന് ഓടരുത് എന്ന്. മാഷൊരു ശകാരത്തോടെ പറഞ്ഞതും ഞാനൊന്ന് ഇളിച്ചു കൊടുത്തു. അയ്യ, എന്താ ഇളി? വാ കയറ്. എങ്ങോട്ടാ? ഉഗാണ്ടയ്ക്ക്. എന്തേ? അയ്യോ ഞാനില്ല, മാഷ് പൊക്കോ. ഒരൊറ്റ ചവിട്ടങ്ങോട്ട് തന്നാലുണ്ടല്ലോ. ഇങ്ങോട്ട് കയറടി പോത്തെ. ഷോ, ഇതെങ്ങനെയാ ഇപ്പം മുടക്കുക? ഇതിൽ കയറാൻ ഇതുവരെ എൻ്റെ പേടി മാറിയിട്ടില്ല. യെസ്, ഐഡിയ. മാഷേ, ഞാൻ വന്നാ നിത്യ ഒറ്റക്കാവില്ലേ? ഇതെല്ലാം കേട്ട് അടുത്ത് നിന്ന് നിത്യയെ നോക്കി ഞാൻ പറഞ്ഞു. അവൾ അത് കേട്ട് എന്നെ മിഴിച്ചു നോക്കുക. തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ നിത്യയെ? മാഷ് അവളോട് ചോദിച്ചു. ഞാൻ കണ്ണുകൾ കൊണ്ട് ഉണ്ടെന്ന് പറയാൻ ആംഗ്യം കാണിച്ചു. ബട്ട് ആ ശവം എനിക്കിട്ട് പണിതു. എനിക്ക് പേടിയൊന്നുമില്ല സർ, ഇവള് വെറുതെ ഷോ കാണിക്കുന്നതാണ്. തെണ്ടി കുരിപ്പ്. ഞാൻ മാഷിനെ ഒന്ന് നോക്കി. പുള്ളി എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. നിത്യ അപ്പോഴേക്കും അവിടുന്ന് സ്ഥലം കാലിയാക്കി. ഞാൻ പിന്നെ വേറെ നിവൃത്തിയില്ലാതെ മാഷിൻ്റെ പിറകിലായി കയറിയിരുന്നു. ധാവണി ആയതുകൊണ്ട് കവച്ചിരിക്കാനും വയ്യ. അതുകൊണ്ട് കൂടുതൽ പേടി. ഞാനിരുന്ന് കഥകളി കളിക്കുന്നത് മാഷി മിററിൽ കൂടി നോക്കി ചിരിക്കുകയാണ്. ഞാൻ മാഷിനെ നോക്കി കണ്ണിരുട്ടി. എന്തിനാ ചിരിക്കണേ? സത്യമായിട്ടും എനിക്ക് പേടിയാ. മാഷിന് കാറ് വല്ലതും എടുത്താൽ പോരെ? ഇല്ല, നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ 2 വീലർ തന്നെയാണ് നല്ലത്. അതെന്താ അങ്ങനെ? കാറിനെന്താ കുഴപ്പം? മനസ്സുപോലെ നിന്റെ ശരീരവും എന്നോടിങ്ങനെ ചേർന്നിരിക്കുമല്ലോ. മിററിൽ കൂടി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞ് മാഷ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാനൊരു പുഞ്ചിരിയോടെ മാഷിൻ്റെ അരയിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് ചേർന്നിരുന്നു. മാഷെ, ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഗീതാമ്മ എന്തെങ്കിലും പറഞ്ഞോ? പോകുന്ന വഴി ഞാൻ മാഷിനോട് ചോദിച്ചു. പറഞ്ഞു, നല്ലോണം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഈ തൊട്ടാവാടിയെ വേഗം വീട്ടിലോട്ട് കൊണ്ടുപോരെ എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞത് കേട്ട് എൻ്റെ മുഖം നാണത്താ ചുവന്നു. മാഷ് അതൊക്കെ നല്ല വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തേ? പോരുന്നില്ലേ? മാഷ് വീണ്ടും എന്നോട് ചോദിച്ചു. ഞാനൊന്ന് മൂളി. എനിക്കാകെ ചമ്മല് തോന്നി. വീടിനടുത്ത് എത്താറായപ്പോഴേക്കും ഞാൻ മാഷിനെ തോണ്ടാൻ തുടങ്ങി. മാഷേ, നിർത്ത്, ഇനി ഞാൻ പൊയ്ക്കോളാം, അച്ഛൻ കാണും. അത് കേട്ടതും മാഷ് വണ്ടി സഡൻ ബ്രേക്ക് ഇട്ടു. എന്നെ രൂക്ഷമായി നോക്കി. ഞാനൊരു പേടിയോടെ പതിയെ വണ്ടിയിൽ നിന്നിറങ്ങി. മാഷ് എൻ്റെ കൈ പിടിച്ചു വലിച്ച് മുന്നിലേക്ക് നിർത്തി. നിനക്ക് ഞാനാണോ വലുത് അതോ അയാളാണോ വലുത്? മാഷ് എന്നോട് ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ തല താഴ്ത്തി നിന്നു. ദേവിക്കുട്ടി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ തല താഴ്ത്തി നിൽക്കരുതെന്ന്. ഞാൻ പതിയെ തലയുയർത്തി മാഷിനെ നോക്കി. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി താ.
എനിക്ക് പേടിയാ മാഷേ, അച്ഛൻ മാഷിനെ എന്തെങ്കിലും ചെയ്താലോ? എനിക്കെൻ്റെ മാഷിനെ പിരിയാൻ പറ്റൂല, അത്രയ്ക്കിഷ്ടാ. അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. മാഷ് അത് കണ്ട് ശ്വാസം ഒന്ന് നീട്ടിയെടുത്ത് എന്നെ മാഷിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്തി. നീ എന്തിനാ പെണ്ണെ പേടിക്കുന്നത്? നിനക്ക് ഞാനില്ലേ കൂട്ടിന്? ഇനി എൻ്റെ ദേവികുട്ടിയെ ഒരുത്തിനും തൊടില്ല, അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം. അത് കേട്ടതും ഞാൻ ഞെട്ടി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. വേണ്ട മാഷേ, ഒന്നും ചെയ്യാൻ പോകണ്ട പ്ലീസ്, എനിക്ക് വേണ്ടിയെങ്കിലും ഒന്നും വേണ്ട. മോളിപ്പോൾ അതൊന്നും ഓർക്കണ്ട, വേഗം വീട്ടിൽ പോയി കുളിച്ച് ചായം കുടിച്ച് വല്ലതും ഇരുന്ന് പഠിക്കാൻ നോക്ക്. അടുത്ത എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിയും. ആണോ? ഞാൻ കുസൃതിയോടെ ചോദിച്ചു. മാഷിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. ആണെങ്കിൽ എനിക്ക് മാഷിൻ്റെ നെഞ്ചിലെ ചൂട് മാത്രം മതി. കയ്യിലെ ചൂട് പോയി പിള്ളേരുടെ അടുത്ത് എടുക്കാൻ നോക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വനാഥ്. പേര് വിളിക്കുന്നോടി പോത്തെ. അതും പറഞ്ഞ് മാഷ് എന്നെ അടിക്കാനായി കൈകൊരുത്തിയതും ഞാൻ മാഷിനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ബാഗും പിടിച്ച് ഒരോട്ടായിരുന്നു. നിന്നെ ഞാൻ എടുത്തോളാടി കുണ്ടുമുളകെ. മാഷ് പെന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി.